നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് പ്രഷറിനെ നിയന്ത്രിക്കുന്നത് വൃക്കകളാണ്. ബി പി ഉണ്ടാകാനായിട്ട്, ബി പി കൂടാനായിട്ടുള്ള കാരണവും ബി പി കൺട്രോൾ ചെയ്യുന്നതും നമ്മുടെ കിഡ്നിയിൽ നിന്നാണ്. ബി പിയുടെ എഫക്റ്റ് ഹാർട്ടിലും നമ്മുടെ തലച്ചോറിലും പല അവയവങ്ങളിലും ഉണ്ടായെങ്കിലും ബി പി കൂടാനും ബി പി കൺട്രോൾ ചെയ്യുന്നതും നമ്മുടെ കിഡ്നിയിൽ തന്നെയാണ്. അതുപോലെ നമ്മുടെ ശരീരത്തിനകത്ത് പല കെമിക്കൽസ്, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, ഫോസ്ഫറസ് എന്നീ കെമിക്കൽസിൻ്റെ ലെവലിനെ നിയന്ത്രിക്കുന്നതും കിഡ്നിയാണ്. അപ്പോൾ കിഡ്നിക്ക് എന്തെങ്കിലും ഡാമേജ് വന്നാൽ ഇതൊക്കെ താറുമാറായി പോകും. പിന്നെ നമ്മുടെ രക്തത്തിൻ്റെ വോള്യൂം, ബ്ലഡ് വോള്യൂം, നമ്മൾ എത്ര വെള്ളം കുടിച്ചാലും നമ്മുടെ ശരീരം വീർത്ത് പോകുന്നില്ല. കാരണം കൂടുതൽ വെള്ളം കുടിക്കുന്ന അനുസരിച്ച് ഈ വൃക്കകൾ അത് സെൻസ് ചെയ്തിട്ട് എക്സ്ട്രാ ഫ്ലൂയിഡിനെ നമ്മുടെ ശരീരത്തിൻ്റെ പുറത്തേക്ക് എടുത്ത് കളയുന്നുണ്ട്. അപ്പം ബ്ലഡ് വോള്യത്തിനെ നമ്മൾ നിയന്ത്രിക്കുന്നുണ്ട്. ഒരാൾ ചിലപ്പോൾ 5 ലിറ്റർ വെള്ളമായിരിക്കും കുടിക്കുന്നത്, എന്നാലും ആളുടെ വെയിറ്റ് കൂടുന്നില്ല. വേറൊരാൾ ചിലപ്പം 1 ലിറ്റർ മാത്രമേ കുടിക്കുന്നുള്ളൂ. ഇതിനനുസരിച്ച് നമ്മുടെ കിഡ്നി വേണ്ടത് നമ്മുടെ ശരീരത്തിൽ വെക്കുകയും വേണ്ടാത്ത വെള്ളത്തിൻ്റെ അംശം പുറത്ത് കളയുകയും ചെയ്യും. അങ്ങനെ ബ്ലഡ് വോള്യൂമും നിയന്ത്രിക്കുന്നു. പിന്നെ നമ്മുടെ ശരീരത്തിനകത്തെ റെഡ് ബ്ലഡ് സെൽസ്, ഹീമോഗ്ലോബിൻ, ഇത് മജ്ജയിൽ നിന്നാണ് വരുന്നതെങ്കിലും ഇതിൻ്റെ ഈ സെക്രീറ്റ് ചെയ്യാനുള്ള സിഗ്നൽ വരുന്നത് കിഡ്നിയിൽ നിന്നാണ്. അപ്പോൾ ഹീമോഗ്ലോബിൻ ഉണ്ടാകണമെങ്കിൽ കിഡ്നി പ്രവർത്തിക്കണം. കിഡ്നി ആ സിഗ്നൽ മജ്ജയിലോട്ട്, അതായത് ബോൺ മാരോയിലോട്ട് കൊടുക്കുമ്പോൾ അത് റെഡ് ബ്ലഡ് സെൽസിനെ, അതായത് നമ്മുടെ ഹീമോഗ്ലോബിനെ ഉണ്ടാക്കുന്നു. അപ്പോൾ കിഡ്നി ഡാമേജ് വരുമ്പോൾ വിളർച്ച വരും, ഹീമോഗ്ലോബിൻ്റെ ലെവൽ കുറയും.